CPM-ന്റെ പ്രശ്നം ഇതാണ്. ഒരു ആശയം ഐക്യമില്ല. ആശയപരമായി ഒരേ രീതിയിൽ ചിന്തിക്കില്ല, ഒരേ രീതിയിൽ പ്രവർത്തിക്കില്ല, ഒരേ രീതിയിൽ പ്രതികരിക്കില്ല. ഇപ്പം MV ജയരാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മളത് വാർത്ത നൽകിയിരുന്നു. അതായത് വി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും തെറ്റിദ്ധരുത്തുകയാണെങ്കിൽ തിരികെ കൊണ്ടുവരും. ആര് തെറ്റിദ്ധരുത്തിയാലും തിരികെ കൊണ്ടുവരും. അവരെ ഒറ്റപ്പെടുത്തുന്ന രീതി CPM-ൽ ഇല്ല എന്നാണ് MV ജയരാജൻ പറഞ്ഞത്. അപ്പോൾ പാർട്ടി സെക്രട്ടറി അത് പറയുന്നു. എന്താണ്? MV ഗോവിന്ദൻ പറയുന്നു, അത് പറ്റില്ല, അങ്ങനെ പോയവരെ തിരിച്ചു കൊണ്ടുവരാനൊന്നും പറ്റില്ല. അതായത് ഈ പോയ ആളുകൾ തിരികെ വന്നാൽ തനിക്കും പിണറായി വിജയനും പണിയാകും എന്നത് ഗോവിന്ദന് നന്നായിട്ടറിയാം, അല്ലെങ്കിൽ പിണറായി വിജയന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. ഇവിടെ പാർട്ടിയല്ല വലുത്, ജനങ്ങളല്ല വലുത്, ഇവിടെ കുറച്ച് വ്യക്തികളാണ് വലുത്, കുറേ വ്യക്തികളുടെ ബന്ധുക്കളും സ്വന്തക്കാരുമാണ് വലുത്. അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പിണറായി വിജയനും പിണറായി വിജയൻ്റെ സ്വന്തക്കാരുമാണ് വലുത്. അവർക്ക് വിടുവേല ചെയ്ത്, ദാസ്യവേല ചെയ്ത് നാണം കെട്ട പരിപാടി നടത്തുകയാണ് പാർട്ടി സെക്രട്ടറി എന്ന MV ഗോവിന്ദൻ. ഇദ്ദേഹത്തെ മാഷ് എന്നൊന്നും നമ്മൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. MV ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ മതി. ഡ്രിൽ മാഷെ കയറി മാഷ് എന്ന് വിളിക്കാറുണ്ട്, നമ്മുടെ സ്കൂളിലൊക്കെ വിളിച്ചിരുന്നു. പക്ഷേ ഇയാളെപ്പോലെ നാണം കെട്ട ഒരാളെ, അല്ലെങ്കിൽ നട്ടല് വളഞ്ഞ ഒരാളെയൊക്കെ മാഷെന്ന് വിളിച്ചാൽ മാഷുമാർക്ക് തന്നെ നാണക്കേട്. പാർട്ടി നേതൃത്വത്തിൻ്റെ നിലപാടല്ല ജയരാജൻ്റേത്. വിമതരായി മത്സരിച്ചവർ വർഗവഞ്ചകർ തന്നെയെന്ന് MV ഗോവിന്ദൻ. കൊള്ളാം, പ്രസ്താവനയൊക്കെ കേൾക്കുമ്പോൾ ഒരു ഗുമ്മുണ്ട്. പക്ഷേ ഇവരാരും ഇപ്പം വി കുഞ്ഞികൃഷ്ണനായാലും TK ഗോവിന്ദൻ മാഷായാലും തിരികെ വരികയൊന്നുമില്ല, തെറ്റ് തിരുത്താൻ പോകുന്നുമില്ല. അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്താൽ തിരുത്തിയാൽ മതിയല്ലോ. ഇവിടെ പാർട്ടി ഫണ്ടും രക്തസാക്ഷി ഫണ്ടും തട്ടിച്ചവനെ കൊണ്ട് മത്സരിപ്പിച്ച് അവസാനം നിലയില്ലാ കയത്തിൽ വീണുപെട്ട കണ്ണൂർ ജില്ലയിൽ അടക്കം തകർന്ന് തരിപ്പണമായ CPM-ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് പാവം ശുംഭം ജയരാജൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതാണ്. പാർട്ടി വിട്ടവരെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് MV ജയരാജൻ നടത്തിയ പ്രസ്താവനയെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നിരിക്കുന്നത്. പാർട്ടി വിട്ട TK ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനും പാർട്ടിയിൽ വരുന്നതിൽ, തെറ്റിദ്ധരുത്തി പാർട്ടിയിൽ വരുന്നതിൽ തടസ്സമില്ല എന്ന വാദം പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് ഗോവിന്ദൻ്റെ പ്രസ്താവന. ജയരാജൻ്റെ പ്രതികരണം അത് വ്യക്തിപരമായ പ്രതികരണമാണ്. ഓരോരുത്തരുടെയും ഓരോ ചാനൽ സംസാരിക്കുന്നതിന് മറുപടി പറയേണ്ട കാര്യം പാർട്ടി സെക്രട്ടറിക്ക് ഇല്ല എന്നും ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടിയുടെ ഭാഗമായിട്ടല്ല അദ്ദേഹം സംസാരിച്ചത്. തെറ്റിദ്ധരുത്തിയാൽ ആരെയും തിരിച്ചെടുക്കും. വർഗവഞ്ചന എന്നതാണ് തെറ്റ്. പക്ഷേ G സുധാകരനും ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും പാർട്ടിയെ വഞ്ചിച്ചു പോയവരാണ്. വിമതരായി മത്സരിച്ചവർ വർഗവഞ്ചകരാണ്. അവരെ വിമർശിക്കുന്നത് തുടരും എന്നും ഗോവിന്ദൻ വ്യക്തമാക്കി. അവരെ വിമർശിച്ചുകൊള്ളൂ. അവർ ഒരു സൈഡിൽ കൂടെ നന്നായിട്ട് സ്കോർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് അവരുടെ ഗ്രാഫ് ഉയർത്തിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് CPM-ഉം MV ഗോവിന്ദനും പിണറായി വിജയനും ഒക്കെ താഴെത്തട്ടിലേക്ക് തകർന്നടിഞ്ഞുകൊണ്ടേയിരിക്കും. തെറ്റിദ്ധരുത്തിയാൽ TK ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനും പാർട്ടിയിൽ വരുന്നതിൽ തടസ്സമില്ല എന്നായിരുന്നു, അവരെ ഒറ്റപ്പെടുത്തില്ല എന്നൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രാദേശിക മാധ്യമത്തോട് MV ജയരാജൻ പ്രതികരിച്ചത്. ഇതൊക്കെ ഐക്യമില്ലായ്മ, അല്ലെങ്കിൽ എന്താണ്, ഏകോപനമില്ലായ്മ, കൃത്യമായ ചർച്ചകളില്ലായ്മ CPM-ലെ. അതിപ്പം പൊതുവെ നമുക്കറിയാം, CPM-ൽ തന്നെ നിരവധി ഗ്രൂപ്പുകളും നിരവധി വിഭാഗങ്ങളുമുണ്ട്. കണ്ണൂർ ലോബി മറ്റൊരു വിഭാഗം, ആലപ്പുഴ ലോബി, അതുപോലെ തിരുവനന്തപുരം ലോബി. തിരുവനന്തപുരത്ത് വി ജോയിയും വി ശിവൻകുട്ടിയും, ആലപ്പുഴയിൽ G സുധാകരൻ ഇപ്പോൾ ഇല്ല, സജി ചെറിയാനും നാസറും, കണ്ണൂരിൽ ഇതുപോലെ MV ജയരാജനും P ജയരാജനും EP ജയരാജനും, ഒപ്പം എല്ലാവരുടെയും നടുക്ക് പിണറായി വിജയനും MV ഗോവിന്ദൻ മാഷും. ആയിക്കോട്ടെ, നമുക്കതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിൽ ഐക്യമില്ലായ്മയും, ഇത്തരത്തിൽ ഏകോപനമില്ലായ്മയും, ബഹുസ്വരതയും, അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതയും ഒക്കെ തന്നെയാണ് CPM-ന്റെ പ്രശ്നം. വളരെ ചെറിയ പ്രശ്നമാണ്. ഇവരെ തിരിച്ചെടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കേണ്ട വിഷയം പോലുമില്ല. അവർ മാന്യമായിട്ട് മത്സരിച്ച് മാന്യമായി ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ച് അവർ MLA-മാരായി. ഒരാൾ പയ്യന്നൂർ MLA-യും ഒരാൾ തളിപ്പറമ്പ് MLA-യുമാണ്. തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ്റെ ഭാര്യയാണ് TK ഗോവിന്ദൻ മാഷ് തോൽപ്പിച്ചത്. മറ്റിടത്ത് നേരത്തെ ഇരുന്ന MLA രക്തസാക്ഷി ഫണ്ട് വെട്ടി വിഴുങ്ങിയ TI മധുസൂദനൻ എന്ന് പറയുന്ന ഒരു കാവാലികനെയാണ് വി കുഞ്ഞികൃഷ്ണേട്ടൻ തോൽപ്പിച്ചത്. അവർ മാന്യമായി ജയിച്ച് മാന്യമായി MLA സ്ഥാനം വഹിച്ച് അവർ മാന്യമായി മുമ്പോട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസം വി കുഞ്ഞികൃഷ്ണൻ പറയുന്നത് കേട്ടു, ഈ പഞ്ചായത്ത് CPM ഭരിക്കുന്ന നിരവധി പഞ്ചായത്തുകൾ പയ്യന്നൂർ മണ്ഡലത്തിൽ ഉണ്ട്. അവരാരും തന്നോട് സഹകരിക്കുന്നില്ല, തന്നെ വിളിക്കുന്നില്ല, അല്ലെങ്കിൽ തന്നോട് കാര്യങ്ങൾ പറയുന്നില്ല. പഞ്ചായത്തുകൾ വികസിച്ചെങ്കിൽ മാത്രമല്ലേ മണ്ഡലം വികസിക്കും.
അപ്പം അതനുസരിച്ചുള്ള നടപടികൾ എടുക്കാൻ തന്നെ അവർ അനുവദിക്കുന്നില്ല. പക്ഷേ അതൊന്നും കണക്കാക്കുന്നില്ല. പഞ്ചായത്തിനെ താൻ കണക്കാക്കുന്നില്ല. താൻ ഈ വിഷയം മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയോടും പറഞ്ഞിട്ടുണ്ട്. അവർ വേണ്ട രീതിയിൽ ഇടപെടാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വി കുഞ്ഞികൃഷ്ണൻ പറയുന്നത് കേട്ടു. അതായത് ഇത്തരം സംവിധാനങ്ങളെ CPM എന്ന് പറയുന്ന ഈ ഒരു ചീഞ്ഞു നാറിയ ഈ കേരളത്തിലെ പ്രസ്ഥാനത്തെ ഈ പ്രസ്ഥാനത്തിന് ഒപ്പം നിൽക്കുന്ന കുറേ ആളുകൾ ഉണ്ട്. വളരെ കുറച്ച് ആളുകൾ, കുറേ ആളുകൾ എന്ന് പറയാൻ പറ്റില്ല, വളരെ കുറച്ച് ആളുകൾക്കുണ്ട്. അവരെയെല്ലാം ഒപ്പം നിർത്താൻ, അവരെയെങ്കിലും ഒപ്പം നിർത്താൻ, കാരണം എല്ലാവരും പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ തരത്തിലുള്ള പല പരിപാടികളും തരികിടകളും CPM-ഉം അതുപോലെ CPM എന്ന് പറയാൻ പറ്റില്ല, MV ഗോവിന്ദനും പിണറായി വിജയനും കാണിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം പ്രസ്താവനകളും ഇത്തരം അഭിപ്രായങ്ങളും ഒക്കെ കണ്ടാൽ മതി. CPM-ൻ്റെ തകർച്ച എവിടെ തുടങ്ങി അല്ലെങ്കിൽ എങ്ങനെ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വിശദമായി വാർത്ത ചെയ്യുകയോ അല്ലെങ്കിൽ വിശദീകരിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജനങ്ങൾക്ക് മുന്നിൽ എല്ലാം കാണുകയാണ് നമ്മൾ, എല്ലാം വ്യക്തമാവുകയാണ് നമുക്ക്.